ഈശോ മിശിഹായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ സമയത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട് അല്ലേ? കാലം കഷ്ടകാലാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ശരിയല്ല, എന്തൊക്കെയോ കഷ്ടകാലാണ്, എന്തൊക്കെയോ പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ചിന്ത അല്ലേ? പണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു, ഇപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇനി നാളെ കർത്താവ് എന്തായിരിക്കുമോ പ്രശ്നങ്ങൾ അറിഞ്ഞൂടാ. കഴിഞ്ഞ ആഴ്ച ഇതായിരുന്നു പ്രശ്നം, ഈ ആഴ്ച ഇങ്ങനത്തെ ഒരു സങ്കടം, ഇനി അടുത്ത ആഴ്ച അടുത്ത മാസമൊക്കെ എന്തൊക്കെയാണോ വരാൻ പോകണമെന്ന് ഓർത്ത് നമ്മളിപ്പൊ തന്നെ സങ്കടപ്പെട്ട് പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് ഈ കാലം, നമുക്ക് ഈ സമയം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒത്തിരി കൺസെപ്റ്റുകൾ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്? എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ട്, എനിക്കിപ്പോ ഒരു പ്രസന്റ് ലൈഫ് ഉണ്ട്, എനിക്കൊരു ഭാവി ജീവിതമുണ്ട്, എല്ലാത്തിലും കർത്താവും ഉണ്ട്. കഴിഞ്ഞ കാലം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോ ഈ പ്രസന്റ് ഡേ, പ്രസന്റ് ലൈഫ്, ഈ ഒരാഴ്ച, ഈ ഒരു മാസക്കാലം ചിലപ്പോൾ ഒരുപാട് സഹനങ്ങളും ഒരുപാട് കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും കണ്ണീരും ഒക്കെ വന്നിട്ടുണ്ടാവും. നാളെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിനെ ഓർത്ത് നമ്മൾ ഇപ്പൊ തന്നെ ചിലപ്പോൾ പേടിക്കുന്നുണ്ടാകാം. കഴിഞ്ഞ പരാജയം ഓർത്ത്, ഇപ്പത്തെ സങ്കടം ഓർത്ത്, നാളെ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് ഓർത്ത് നമ്മളിങ്ങനെ പേടിക്കാറുണ്ട്. നമ്മുടെ പാസ്റ്റ്, നമ്മുടെ പ്രസന്റ്, നമ്മുടെ ഫ്യൂച്ചർ, ഈ ഒരു 3 സമയമാണ് നമുക്കുള്ളത്. പക്ഷേ ഈ 3 സമയത്തും ആരുണ്ട് നമ്മുടെ കൂടെ? ഈശോ ഉണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, ഒരിക്കലും കൈവിടാത്തവനായിട്ട്. നമ്മൾ ഈ പഴയ കാലത്തേക്കും ഇപ്പത്തെയും നാളത്തെയും ഒക്കെ വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയമായ സങ്കടങ്ങളെ, സഹനങ്ങളെയൊക്കെ ഓർക്കുമ്പോഴേ ശരിക്കും എടുത്ത് വായിച്ചു നോക്കേണ്ട ഒരു പുസ്തകമാണ് കൊരിന്തോസുകാർക്ക് പൗലോസിലേക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിന്റെ 6-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ വായിച്ചു സമയം എടുത്തിട്ട്. അതിനകത്ത് കുറെ, എനിക്ക് തോന്നുന്നു ഒരു പകുതിയോളം പൗലോസ്ലിഹ തനിക്കുണ്ടായ സഹനങ്ങളെ കുറിച്ച്, കണ്ണുനീരുകളെ കുറിച്ച്, മരണം വരുന്നതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ഒരു പേടി, സങ്കടം, കണ്ണുനീര്, തളർന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പൗലോസ്ലിഹ പറയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പൗലോസ്ലിഹ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോലെ അല്ലല്ലോ പൗലോസ്ലിഹ പറയാണ്, ഈ അപമാനത്തിൽ, ഈ സങ്കടത്തിൽ, ഈ സഹനത്തിൽ, ഈ പീഡനത്തിൽ, അതിനൊക്കെ ഓർത്ത് ഞാൻ അഭിമാനിക്കാം. ഐ എം ഹാപ്പി അബൌട്ട് മൈ പെയിൻ. നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് കിട്ടിയ ആ കളിയാക്കല്, ഇന്ന് കിട്ടിയ ആ സങ്കടം, ഇന്നുണ്ടായ ആ കണ്ണീര്, അതിനെയൊക്കെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു, ഈശോയ്ക്ക് നന്ദി പറയുന്നു എന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പൗലോസ്ലിഹയുടെ ഒരു റേഞ്ചിലൊക്കെ എത്തി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ സാധാ മനുഷ്യരാണ്, കുഞ്ഞു മനുഷ്യരാണ്. സങ്കടങ്ങളിലൊക്കെ നമ്മൾ തളർന്നു പോകാം, തോറ്റുപോയേക്കാം. നമ്മൾ ചിലപ്പോ എനിക്ക് സഹിക്കാവുന്നതിന്റെ അപ്പുറമായി കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളിങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് നിന്നേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 6-ാമത്തെ അധ്യായം വായിക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ടെടുത്ത് വായിക്കേണ്ടതാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിന്റെ തന്നെ 1-ാമത്തെ അധ്യായം, അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് വായിച്ചു. ഒരു വചനം അതിനകത്ത് കാണാപ്പാടം പഠിക്കാനുണ്ട്, നല്ലൊരു പ്രാർത്ഥനയും കൂടിയാണ്. 2 കൊരിന്തോസ് 1-ന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ തന്നെ തന്റെ സഹനങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ഏഷ്യയിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ച് ഇങ്ങനെ തന്റെ ശ്രോതാക്കൾക്ക്, വായിക്കുന്നവർക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളോടും ഇപ്പൊ എന്നോടും നിങ്ങളോടും ഒക്കെ ഈ പൗലോസിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പറയാനുള്ളത് എന്നാണ്, എനിക്കുണ്ടായ ഈ പീഡനങ്ങളൊക്കെ മരണഭയം, നാളെ മരിച്ചു പോയേക്കുമോ, മരണഭീതി എന്നെ വന്ന് നിൽക്കുന്നു, എന്താകുമെന്ന് അറിഞ്ഞൂടാ. അവിടെ പൗലോസിലെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നമുക്കൊരു കണ്ണ് തുറന്നു കിട്ടണം, നമ്മുടെ ഹൃദയം തുറന്നു കിട്ടണം. എനിക്കുണ്ടായ ഈ എല്ലാ പ്രശ്നങ്ങളും ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന കർത്താവിൽ ആശ്രയിക്കാനുള്ള ഒരു വിളിയായിരുന്നു, ഒരവസരമായിരുന്നു. കിട്ടുന്നുണ്ടോ? അത് നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് അത് പെട്ടെന്ന് പിടികിട്ടും. കഴിഞ്ഞ കാലത്തേക്ക് നോക്ക്, ഒത്തിരി സഹനങ്ങൾ ഉണ്ടായി, ഒത്തിരി പീഡനങ്ങൾ ഉണ്ടായി, ഭയങ്ങൾ ഉണ്ടായി, കളിയാക്കലുകൾ ഉണ്ടായി, കണ്ണുനീരുണ്ടായി. പക്ഷെ ഓരോ സമയവും നമ്മൾ അതിനെ അതിജീവിക്കാൻ നമുക്ക് ശക്തി കിട്ടിയത് ഒന്ന് ഈശോ അടുത്ത് നിന്നുകൊണ്ടാണ്. നമ്മൾ അറിഞ്ഞോ, നമ്മൾ അക്സെപ്റ്റ് ചെയ്തോന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഈശോ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ വേദനയും നിനക്കൊരു ഉണർത്തുപാട്ടായിരുന്നു. നിന്നിൽ ആശ്രയിക്കാതെ നിന്നെ ഇതിൽ നിന്നും എടുത്തോണ്ട് പോരാൻ പറ്റുന്ന, കൈപിടിച്ചുയർത്തുന്ന ഈശോയിൽ ആശ്രയിക്കാനുള്ള അവസരം ഇന്ന് ഉണ്ടായില്ലേ? സങ്കടങ്ങള് ഈശോ തള്ളിപ്പറഞ്ഞോ, ഈശോ തള്ളിക്കളഞ്ഞോ എന്നൊക്കെ പോലും ചോദിച്ചു പോകുന്ന ചില സങ്കടങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ടാകാം. ഇന്നുണ്ടായി ഈ വേദന പോലും. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ നിന്നിൽ തന്നെ ആശ്രയിക്കാതെ നിനക്ക് മുറുകെ പിടിക്കാൻ ഈശോ ഉണ്ട്. നീ തകർന്നു പോകുന്ന അവസ്ഥ വന്നാലും നീ തളരാതെ നിന്നെ മുറുകെ പിടിക്കാൻ നിന്റെ ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് ബോധ്യം തന്ന ഏറ്റവും അടുത്തുണ്ടായ ഒരു അനുഭവമാണ്. അതിനെ അങ്ങനെ ഒന്ന് കണ്ടു നോക്കി. 2 കൊരിന്തോസ് 1-ന്റെ 10 കാണാപ്പാടം പഠിക്കണേ. അതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ഈ പീഡനത്തിൽ നിന്നെല്ലാം പൗലോസിലെ പറയാണ്, ഈ സങ്കടത്തിൽ നിന്ന്, ഈ കണ്ണുനീരിൽ നിന്ന്, ഈ കൊടിയ സഹനങ്ങളിൽ നിന്നെല്ലാം കർത്താവ് രക്ഷിച്ചു, ഇനിയും രക്ഷിക്കും, ഇനിയും രക്ഷിക്കും എന്നുള്ളതാണ് എനിക്ക് അവനിലുള്ള പ്രത്യാശ. ഉള്ളിലോട്ട് കയറുന്നേ. അതെ, 2 കൊരിന്തോസ് 1-ന്റെ 10. തോറ്റോടാൻ നമുക്കിങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയായിരിക്കും. കർത്താവ്, ഞാൻ മടുത്ത്, ഇനി അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ്
ഈ ലൈഫിനോട് ഒരു ടോട്ടൽ നോ പറഞ്ഞ് നമ്മൾ നിൽക്കായിരിക്കും. ഇനി ജീവിക്കണ്ട, ഇനി ഒന്ന് പരിശ്രമിക്കണ്ട, ഇനി എഴുന്നേറ്റ് വരാൻ പറ്റില്ല. അത് ആത്മീയതയിലായിരിക്കാം, ഭൗതിക ജീവിതത്തിലായിരിക്കാം, പാപത്തിന്റെ അവസ്ഥയിൽ നിന്നൊക്കെ ആയിരിക്കും. കർത്താവേ, ഞാൻ മടുത്തു, ഇനിയൊരു ബിസിനസ്, ഇനിയൊരു പരീക്ഷ, ഇനിയൊരു ബന്ധം, നോ, ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് നിൽക്കുകയായിരിക്കും. എനിക്കിനി സ്നേഹിക്കാൻ പറ്റില്ല, എനിക്കിനി ആരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സഹനം എന്ത് തന്നെ ആവട്ടെ, പൗലോസിലെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട്. ഈ സഹനത്തിൽ നിന്ന് കർത്താവിനെ രക്ഷിച്ചു, ഇനിയും രക്ഷിക്കും, ഇനിയും രക്ഷിക്കും എന്നുള്ളതാണ് എനിക്ക് അവനുള്ള പ്രത്യാശ. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ, തളർന്നു പോകാൻ ഒരു 100 കാരണങ്ങളുണ്ടോ? എഴുന്നേറ്റ് വരാൻ ഒറ്റ കാരണം, എപ്പോഴും പറയണ പോലെ ഈശോ കൂടെയുണ്ട്. ഹി ഹാസ് നോട്ട് ഗിവൺ അപ്പ് ഓൺ യു. നിന്നെ അവൻ വിട്ടിട്ടില്ല, നിന്നെ തോക്കാൻ അനുവദിക്കില്ല. ഇപ്പൊ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സങ്കടത്തിൽ നിന്ന് ക്യാൻ യു ബിലീവ്? നിന്റെ ഈശോ നിന്നെ രക്ഷിക്കും, നിന്നെ രക്ഷിക്കും, നിന്നെ രക്ഷിക്കും എന്നുള്ളതാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹനത്തെ കുറിച്ച് എനിക്കുള്ള പ്രത്യാശ. ആ പ്രത്യാശ നിനക്കും വേണം. അത് ഈശോയ്ക്ക് നിന്നോട് പറയാനുള്ളതാണ്. ഇന്ന് ഈ ഒരു മണിക്കൂറിൽ സഹനങ്ങൾ എന്തു വേണേലും വരട്ടെ, ഈശോ ഉണ്ടല്ലോ കൂടെ. ആ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട്, ആ ഈശോയുടെ ശക്തി സ്വീകരിച്ചുകൊണ്ട്, അതേ ശക്തി നിങ്ങൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഈശോയുടെ പരിശുദ്ധ നാമം, ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ വലിയ സ്നേഹം, പിതാവിന്റെ വലിയ കരുണയും സംരക്ഷണവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.